അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മുഅ്മിനീങ്ങളെ, ശ്രോതാക്കളെ, നമുക്ക് വരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫാ ദിനം. ഇന്ന് ദുൽഹജ്ജ് 5. ഇൻഷാ അല്ലാഹ് ഏതാനും ദിവസങ്ങളിലുള്ളിൽ നമുക്ക് ദുൽഹജ്ജ് 9 അറഫാ ദിനം നമുക്ക് കടന്നു വരികയാണ്. ആ അറഫാ ദിനത്തിൽ ഹാജിമാരൊക്കെ ഹജ്ജിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണ്. മാത്രമല്ല, അന്നത്തെ ദിനത്തിൽ നമുക്ക് നോമ്പനുഷ്ഠിച്ചാൽ ഹബീബ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, യുകഫിറുസ്സനത്തൽ മാലിയ വൽ ബാക്കിയ, കഴിഞ്ഞു പോയ ഒരു വർഷത്തിൻ്റെ പാപം മായ്ച്ചു കളയുകയും പൊറുക്കപ്പെടുകയും ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തിൻ്റെ പാപങ്ങളെ അള്ളാഹു മായ്ച്ചു കളയുകയും പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയത് നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തിൻ്റെ പാപമോചനമെന്ന് പറഞ്ഞാൽ ആ ഒരു വർഷം ജീവിക്കാനുള്ള ആയുസ് ഉണ്ടാകും എന്നൊക്കെയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലത്തെ വ്യാഖ്യാതാക്കൾ അതിന് തഫ്സീർ കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും വളരെ ഏറെ പുണ്യമുള്ള അമലാണ് ആ ദിവസത്തിൽ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത്. മഹദിയായ ആയിഷത്ത സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ആയിഷ, സ്വർഗത്തിലെ മുത്തും മാണിക്കവും ഗോമേദകവും സ്വർണവും വെള്ളിയും എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരമുണ്ട്. വളരെ മനോഹരമായ സ്വർണത്തിനാലും മുത്തിനാലും പളുങ്കിനാലും നിർമ്മിതമായ നല്ലൊരു കൊട്ടാരമുണ്ട് ആയിഷ എന്ന് പറഞ്ഞപ്പോൾ ആയിഷത്ത സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലിമൻ ഹാദാ, ഇതാർക്കാണ് നബിയേ എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ ആയിഷ ബീബിയോട് പറഞ്ഞു, ഹബീബായ തങ്ങൾ പറഞ്ഞു, ലിമൻ സ്വാമ യൗമ അറഫാ, അറഫാ ദിനത്തിൽ ആരാണോ നോമ്പനുഷ്ഠിക്കുന്നത് അവർക്കുള്ളതാണ് എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എത്രമേൽ പുണ്യങ്ങളാണ്! ഒരു നോമ്പിന് 2 വർഷത്തിൻ്റെ പ്രതിഫലം. മാത്രമല്ല, സ്വർഗത്തിലെ മനോഹരമായ ഒരു കൊട്ടാരം.